സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. SFIയെയും VC അടക്കമുള്ള വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിന്റെ പ്രധാന കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, പക്ഷേ SFIയുടെ ഇടപെടൽ സംഭവത്തിന്റെ ഗൗരവം മറച്ചുവെച്ചു. വാർഡന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഡീൻ പരാജയപ്പെട്ടു. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ഡീനിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി, ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് SFIക്കും അതോടൊപ്പം VCയുടെ ഭാഗത്തും, VC അടക്കമുള്ള ഈ സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായി എന്ന് കൃത്യമായ വിവരങ്ങൾ വന്നതാണ്. പോലീസിന്റെ അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുള്ളതാണ്. ഈ ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? ഡാൻ. ടോമി, റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയപ്പെടുന്ന കാര്യം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല, അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായി സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അച്ചടക്ക ലംഘനം തുടർച്ചയായി ഈ കോളേജിൽ, ഈ വെറ്ററിനറി സർവകലാശാലയിൽ സംഭവിച്ചിരുന്നു. അവിടെ ഈ ചുവരെഴുത്തുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അശ്ലീല ചുവരെഴുത്തുകൾ പലപ്പോഴായി അവിടെ ഉണ്ടായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഒരേ സമയം ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് പരസ്പരമുള്ള അസ്വാരസ്യങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ SFI മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ പ്രകോപനം മാത്രമല്ല ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോളേജിൽ തുടർച്ചയായി നിലനിന്നിരുന്ന അച്ചടക്കരാഹിത്യമാണ് ഇങ്ങനെ ക്രൂരമായ ഒരു മർദ്ദനത്തിലേക്കും ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കൊക്കെ നയിച്ചതെന്ന് തന്നെയാണ് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പ്രധാനമായി വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡീൻ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഈ കോളേജിൽ തന്നെ താമസിച്ച്, ഹോസ്റ്റലിൽ തന്നെ താമസിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ട പല അധ്യാപകരും മണ്ണുത്തിയിലേക്ക് പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് പോകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള രേഖകളും അവിടെ നിന്ന് കണ്ടെത്താൻ അന്വേഷണ കമ്മീഷന് കഴിയാതെ പോകുന്ന സാഹചര്യം. അതായത് ഡെയിലി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ആഭ്യന്തര ഇടപെടലുകളും അധ്യാപകരുടെ ഭാഗത്തു നിന്നോ ഡീനിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ലെന്നും ഗുരുതരമായ പരാമർശം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഡീനിൻ്റെ ഭാഗത്തു നിന്ന്, അദ്ദേഹം അവിടെ ഉണ്ടായിട്ട് കൂടി ഡീനിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയാണ് സമയോചിതമായ ഇടപെടൽ നടത്താൻ കഴിയാതെ പോയതാണ് വ്യാപകമായ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം SFIയെ പരോക്ഷമായി ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, സിദ്ധാർത്ഥിൻ്റെ ഈ ദുരൂഹ മരണം സംഭവിച്ചതിന് ശേഷം വിഷയത്തിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി ബാഹ്യമായ ഇടപെടൽ നടത്തി. ആ ബാഹ്യമായ ഇടപെടലിലൂടെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കുറ്റാരോപിതരായിട്ടുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നും എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായി അത് SFIക്കെതിരെയുള്ള പരോക്ഷമായ വിമർശനം കൂടിയായി മാറുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാജ്ഭവനിൽ പ്രത്യേകിച്ച് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ഹരീന്ദ്രനാഥ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഗവർണർ എന്ത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കും സ്വീകരിക്കുക, അതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നാൽ അതിനെ സർക്കാർ എങ്ങനെ നേരിടുമെന്ന ചോദ്യവും ശ്രദ്ധേയമായി മാറുകയാണ്. ടോം, ഡാൻ, ഈ സർവകലാശാലയുടെ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ പ്രധാനമായും ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ പരിശോധിച്ചത്, അന്വേഷിച്ചത്? അതോ ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുടുംബം പറയുന്നുണ്ട് അതൊരു കൊലപാതകമാണ്, ദുരൂഹതയുണ്ട്, അന്വേഷിക്കണമെന്ന്. ഇക്കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നോ? ഇതൊരു കൊലപാതകം ആണ് എന്ന് വ്യക്തമായി അവിടെ എങ്ങും പരാമർശിച്ചിട്ടില്ല. അത് തൂങ്ങി മരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആ തൂങ്ങി മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചാണ് കൃത്യമായി അവിടെ ഈ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായ പ്രകോപനങ്ങൾ, തുടർച്ചയായി ഉണ്ടായ അച്ചടക്ക ലംഘനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം, നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനെ സമാനമായ വിഷയത്തിൽ അവിടെ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് സമാനമായ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷനെ നിയോഗിക്കുന്നത്. സ്വാഭാവികമായി ആ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലും സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ അധ്യാപകരും ഡീനും
ഡീനും മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും ഇങ്ങനെയൊരു അച്ചടക്ക രാഹിത്യത്തിലേക്ക് ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്കൊക്കെ മാറി എന്ന് കൃത്യമായി പരാമർശിക്കുമ്പോൾ കോളേജുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഗവർണർക്ക് ലഭിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്മേൽ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായി അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ മറുവശത്ത് നിന്ന് ഉണ്ടാകും. കാരണം അതിനെ പ്രതിരോധിക്കേണ്ടത് സർക്കാരിനും അനിവാര്യതയായി മാറും. ആ ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ വിഷയം ഇനി അങ്ങോട്ട് ഗതിമാറാൻ പോകുന്നത് എന്നത് തന്നെ രാജ്ഭവനിൽ ഗവർണർ എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നതും. ടോം, ഡാൻ, ഈ കേസ്, ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇനി ഗവർണർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട വിഷയമാണ്. അതോടൊപ്പം ഈ കേസ് അന്വേഷണത്തിൽ എത്രത്തോളം ഏതെങ്കിലും രീതിയിൽ ഇത് സ്വാധീനിക്കപ്പെടാൻ, അല്ലെങ്കിൽ കേസിന് ഏതെങ്കിലും രീതിയിൽ ഈ റിപ്പോർട്ട് ഒരു ബലം നൽകുന്നുണ്ടോ, എന്തായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ ഡാൻ? ടോം, നിലവിൽ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് കേസിന്റെ അന്വേഷണം ആഭ്യന്തര വകുപ്പ് CBIക്ക് കൈമാറാൻ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രതിപക്ഷ സംഘടനകളുടെ, യുവജന സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങൾ അലയടിച്ചിരുന്നു. അതിന് വിരാമമിടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഔദ്യോഗികമായ രേഖകൾ CBI ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ ആഭ്യന്തര വകുപ്പിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചത് വീണ്ടും വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. അതിനൊക്കെ ഒടുവിലാണ് CBI തന്നെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ മുതൽ ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ അടക്കം മുമ്പോട്ട് വെച്ചിരുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. അവർ പുറത്ത് പറയാതിരുന്ന ചില രേഖകളുണ്ട്, അല്ലെങ്കിൽ ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടും സിദ്ധാർത്ഥന്റെ ഫോണിലേക്ക് വന്ന സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാര്യങ്ങളൊക്കെ CBI മാത്രമേ അറിയിക്കൂ. തങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണ ഏജൻസി രംഗത്ത് വന്നാൽ മാത്രമേ ഈ തെളിവുകൾ കൈമാറുകയുള്ളൂ എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി CBIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഗവർണർ മറ്റേതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്ക് ശുപാർശ ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെറ്ററിനറി സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുള്ള വിയോജിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹം തന്നെ ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നത്. ആ കമ്മീഷന്റെ അന്വേഷണത്തിലും സമാനമായ തരത്തിൽ ആക്ഷേപങ്ങൾ തന്നെയാണ് കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. കോളേജിന്റെ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അവിടെ അച്ചടക്ക ലംഘനം ഉണ്ടായിരിക്കുന്നു. ആ അച്ചടക്ക ലംഘനങ്ങൾ തുടർക്കഥയായിട്ടും അവിടെ കൃത്യമായി ഇടപെടൽ നടത്താൻ ഡീനും വാർഡന് ചുമതല ഉണ്ടായിരുന്ന ഡീനും അതോടൊപ്പം മറ്റ് അധ്യാപകർക്കും കഴിയാതെ പോയത് ഗുരുതരമായ പിഴവ് തന്നെയായിട്ടാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പും സൂചിപ്പിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്ക് ഗവർണർ ശുപാർശ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തന്നെയായിരിക്കും ഈ കേസിൽ ഇനി നിർണായകമായി മാറാൻ പോകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിലേറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ, അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. SFIയെ സംരക്ഷിക്കാനുള്ള നീക്കം നടന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം മാത്രമല്ല ഈ മരണത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്.